അപ്പോൾ നമ്മൾ ഇന്നൊരു പരീക്ഷണ വസ്തുവായിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നല്ല, ചിന്നാപ്പിയാണ് പരീക്ഷണ വസ്തു. എനിക്ക് ഉറക്കം കൊണ്ട് വയ്ക്കാൻ ഉച്ചക്ക് ഉറക്കം നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വിഷയത്തിലോട്ട് പോവാം. നമ്മൾ ചിന്നാപ്പിയുടെ ഹെയർ ഞാൻ കളർ ചെയ്യാൻ പോവാണ്. അപ്പോൾ കളർ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ സ്ട്രെക്സ് കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യേ. എന്തൊരു കൂട് ഇതാണ് സ്ട്രെക്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കളർ കണ്ടല്ലോ എല്ലാവരും, ഇതാ ഈ കളറാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പരീക്ഷണ വസ്തുവാണ്. യൂട്യൂബ് കയറി എങ്ങനെയൊക്കെ നോക്കി ചെയ്യേണ്ട വിധമൊക്കെ. അലുമിനിയം പേപ്പറൊക്കെ വേണം, പക്ഷെ അലുമിനിയം പേപ്പറൊന്നും കിട്ടിയില്ല. അവിടെ അവർക്ക് തേച്ചിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് വേണത് അതാണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന സാമഗ്രികളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഇത്ര ഐറ്റം കിട്ടി പൊട്ടിച്ചപ്പോൾ. കണ്ടീഷണറും ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ആദ്യം നമ്മൾ പൗഡർ ഇടണം. പൗഡർ ഇട്ടതിന് ശേഷം എന്തൊരു ക്രീമുണ്ട് അതോടെ ഇട്ട് നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്യണം. ആദ്യം ചിന്നാപ്പി പൗഡർ ഇടുന്നു ഉണ്ടല്ലോ, നല്ല ബ്രൗൺ കളറാണ്, ഉജാല കളർ. ഒരു പാക്കറ്റ് ഫുൾ ഇടണം. നമ്മൾ ലാസ്റ്റ് മൊത്തം ഇടണം. ലാസ്റ്റല്ല, അടുത്ത നമ്മൾ ഇത് ക്രീം. ഈ കളറൊക്കെ ആകുന്നു പറയുന്നു. ലാസ്റ്റ് വേറെ വല്ല കളറൊക്കെ ആകുന്നുണ്ടോ. കഴിച്ച അടുത്ത് നമ്മളിതാ ക്രീം ഒഴിക്കുകയാണ്. സ്ട്രെക്സ് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. അതിന് നമ്മൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അയ്യോ, പൗഡറൊക്കെ പറന്നു മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കളർ ആവുന്നുണ്ട്. കണ്ടതാ എൻ്റെ കളർ കണ്ടതാ, ഫുള്ള് നല്ല പർപ്പിൾ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഉടുപ്പുണ്ട്, അതേ കളർ ഉടുപ്പുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചിന്നാപ്പിയുടെ എവിടേക്കാണ് കളർ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണോ അതാണ് നമ്മളിത്. ഓക്കെ, ചിന്നാപ്പി ഇവിടെ നമ്മളിവിടെ ആദ്യം കൊടുക്കാം. കുറച്ച് ഇതിങ്ങോട്ട് മാറ്റി. ചീപ്പില്ലേ പുതിയ ടോപ്പ് ആകുമോ? കൈ പറ്റിക്കല്ലേ ഗൈസ്. അലൂമിനിയം പേപ്പറാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആവും. രണ്ട് പ്ലാസ്റ്റിക് കവർ നമുക്ക് അലൂമിനിയം പേപ്പറൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ചിന്നാപ്പി ഞാൻ വെയിലത്ത് നിർത്തുന്നതായിരിക്കും. അരമണിക്കൂർ നമ്മൾ വെയിലത്ത് നിർത്തുന്നതായിരിക്കും. അവിടെ ഇല്ല, അപ്പൊ ഇനി അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ അരമണിക്കൂർ ചിന്നാപ്പി നമുക്ക് വെയിലത്ത് കൊണ്ട് നിർത്താം. അപ്പൊ ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഇവിടെ വെയിലത്ത് നിൽക്കുന്നതായിരിക്കും. ചിന്നാപ്പി വെയിലത്ത് ഞാൻ പോയി കഴിച്ചിട്ട് വരാം. അരമണിക്കൂർ സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് കോളറിൻ്റെ ക്രീം. ഫസ്റ്റ് അത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. അത് നമ്മളിങ്ങനെ ഞെക്കി പീരി തൊഴിക്കണം. ഇതെന്തു പടി, പട്ടിത്തിട്ടു. ചിന്നപ്പഴ തലേ പട്ടിത്തിട്ടം തയ്ക്കാൻ പോവാണ്. പറ്റിയാണ് കേട്ടോ, എനിക്ക് പട്ടിത്തിട്ടാണ് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ അടുത്തത് ഇതെന്തുവാ, ഡെവലപ്പർ നമ്മൾ ഒഴിക്കണം. അതിൻ്റെ കൂടെ ഡെവലപ്പറും കൂടി നമ്മൾ ഒഴിച്ച് ഈ പട്ടിത്തട്ടം പോലെ കിടക്കുന്ന സാധനം കേട്ടോ നമ്മുടെ കളറ്. അതാണ് കളർ പ്ലിക്സ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തേച്ച പോർഷനില്ല, ആ പോർഷനിൽ തന്നെ ഇതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഓക്കെ, നമ്മൾ നേരത്തെ തേച്ചിട്ട് നമ്മൾ അത് അപ്ലൈ കളർ വേണ്ട ഭാഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് തേച്ചില്ല, ആ സ്റ്റെപ്പിൻ്റെ കൂടെ വേണം ഇത് ചെയ്യാൻ, അല്ലാതെ മുടി ചെയ്താൽ ആവത്തില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ തേച്ച് നോക്കാം. കണ്ണം പാട് കഴിഞ്ഞ് മേലെ പോയി തുണി എടുത്തോണ്ട് ഇത് ഒരു അരമണിക്കൂർ 30 മിനിറ്റ് നമ്മൾ ഉണങ്ങാനിരിക്കണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. അതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു കണ്ടീഷണർ ഉണ്ട്, അതും കൂടി നമ്മൾ യൂസ് ചെയ്ത് കളയുക. എന്നിട്ട് റിസൾട്ട് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞ് അതിന് വാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൈ കേട്ട് ഇനി ഫൈനൽ ലുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മുടെ ഇതാണ് കളർ ചെയ്തത്. ഇതാണ്ട് ഇവിടെയൊക്കെ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല സംഭവം.
ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ടാറ്റാ.